എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 20ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും 15ൽ കൂടുതൽ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2019 ടൈപ്പിസ്റ്റ് SC/ST കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഈസ് കറൻ്റ്ലി അണ്ടർ ഡെവലപ്മെൻറ്റ്? വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഈസ് കറൻ്റ്ലി അണ്ടർ ഡെവലപ്മെൻറ്റ്? ആൻസർ 5th ജനറേഷൻ. അതായത് ഇപ്പോൾ നിലവിലുള്ള കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റ് ഏത് ജനറേഷനാണ് എന്നാണ് ചോദിക്കുന്നത്. അത് 5th ജനറേഷനാണ്. നമുക്കറിയാം 5th ജനറേഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ക്വാളിറ്റി ഗ്രാഫിക്സ് റിപ്രൊഡക്ഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ? ദ ബെസ്റ്റ് ക്വാളിറ്റി ഗ്രാഫിക്സ് റിപ്രൊഡക്ഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലോട്ടർ. പ്ലോട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫിക്സിൻ്റെ റിപ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നത്. അത് ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, ആൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഹെൽപ്പ് അസ് ടു? ആൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഹെൽപ്പ് അസ് ടു? ആൻസർ, സ്പെസിഫൈ ദ പ്രോബ്ലം കംപ്ലീറ്റ്ലി ആൻഡ് ക്ലിയർലി. അപ്പോൾ ഇത് പ്രോഗ്രാംസ് എഴുതുന്നതിന് മുന്നേ നമ്മൾ ആൽഗോരിതം ഫ്ലോ ചാർട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആ ഒരു പ്രോബ്ലത്തെ സ്പെസിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ആ പ്രോബ്ലത്തെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൽഗോരിതം ഫ്ലോ ചാർട്ടും ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലൂടൂത്ത് ഈസ് എ ടൈപ്പ് ഓഫ് റേഡിയോ വേവ് ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ സിസ്റ്റം ദാറ്റ് ഈസ് ഗുഡ് ഫോർ അബൌട്ട്? Bluetooth is a type of radio wave information transmission system that is good for about 30 feet. അതായത് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒരു റേഡിയോ വേവ് ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. അത് 30 ഫീറ്റ് വരെയുള്ള ആ ഒരു ട്രാൻസ്മിഷന് ബെറ്ററാണ്, ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. അതായത് 30 ഫീറ്റ് വരെ നമുക്ക് ഈ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ നടത്താൻ കഴിയും എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എവരി കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ എ യൂണിക് 4-part string known as? Every computer connected to the internet is identified by a unique 4-part string known as? Answer, IP address. അതായത് ഏത് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതായത് ഓരോ കമ്പ്യൂട്ടറിനും യുണീക്കായിട്ടുള്ള അതായത് അതിൻ്റേതായ ഒരു 4-part സ്ട്രിങ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് IP അഡ്രസ്സ്. IP അഡ്രസ്സ് വെച്ചിട്ടാണ് ആ ഒരു കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാവരും കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ സ്കൂളുകളിൽ നമ്മൾ കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിക്കുമ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ലാൻ എന്നുള്ള ആ ഒരു ഇതിലാണ്, ലാനിലാണ് വരിക. അപ്പോൾ അതിൽ എല്ലാ കമ്പ്യൂട്ടറിനും IP അഡ്രസ്സ് ഉണ്ടാവും. അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, PNG റെഫേഴ്സ് ടു? ഇമേജ് ഫയൽ. PNG എന്ന് പറയുന്നത് ഇമേജ് ഫയലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ടെക്നോളജി ദാറ്റ് അലൗസ് ടെലിഫോൺ കോൾസ് ടു ബി മെയ്ഡ് ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ലൈക്ക് ദ ഇൻ്റർനെറ്റ്? ഡാഷ് ഈസ് എ ടെക്നോളജി ദാറ്റ് അലൗസ് ടെലിഫോൺ കോൾസ് ടു ബി മെയ്ഡ് ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ലൈക്ക് ദ ഇൻ്റർനെറ്റ്? ആൻസർ, VoIP ആണ്. അതായത് VoIP ടെക്നോളജിയാണ് ഈ ടെലിഫോൺ കോൾസ് നമുക്ക് കമ്പ്യൂട്ടറിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത്, അതായത് ഇൻ്റർനെറ്റ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് VoIP ടെക്നോളജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഐഡൻറ്റിഫൈ TCP/IP എറേഴ്സ് സച്ച് ആസ് കണക്ഷൻ പ്രോബ്ലംസ് ഡാഷ് കമാൻഡ് ക്യാൻ ബി യൂസ്ഡ്? ടു ഐഡൻറ്റിഫൈ TCP/IP എറേഴ്സ് സച്ച് ആസ് കണക്ഷൻ പ്രോബ്ലംസ് ഡാഷ് കമാൻഡ് ക്യാൻ ബി യൂസ്ഡ്? ആൻസർ, PING ആണ്. PING അതായത് PING എന്നുള്ള ആ ഒരു കമാൻഡാണ് ഈ TCP/IP എറേഴ്സ് അതായത് കണക്ഷൻ പ്രോബ്ലംസ് പോലെയുള്ള TCP/IP എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് PING. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അബ്സല്യൂട്ട് സെൽ റെഫറൻസ്? അപ്പോൾ അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻസ് ഞാൻ ഇതിലിട്ടിട്ടില്ല, ആൻസർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
അതിൽ വരുന്നത് $A $1 ആണ്. അപ്പോൾ ഇതിൽ സെല്ല് റെഫറൻസ് എന്ന് പറയുന്നത് A1 ആണ്. A1 എന്ന് പറയുന്നത് സെൽ റെഫറൻസ് അല്ലെങ്കിൽ സെൽ നെയിമാണ്. അതിന് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഡോളർ സിമ്പിൾ വരും, പിന്നെ അതിനുശേഷം എ എന്നുള്ള ആ ഒരു ലെറ്റർ വരും, അതിനുശേഷം ഡോളർ സിമ്പിൾ കഴിഞ്ഞതിന് ശേഷമാണ് 1 എന്നുള്ള ആ ഒരു നമ്പർ വരുന്നത്. അങ്ങനെയാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ദ കറക്റ്റ് മെത്തേഡ് ഓഫ് എഡിറ്റിംഗ് ദ സെൽ കണ്ടന്റ്. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ദ കറക്റ്റ് മെത്തേഡ് ഓഫ് എഡിറ്റിംഗ് ദ സെൽ കണ്ടന്റ്. അതായത് താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഒരു സെല്ലിനെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പ്രസ് ദ കൺട്രോൾ കീ. അതായത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു സെല്ലിൻ്റെ എഡിറ്റിങ്ങിന് ഒരു സെല്ലിലെ കണ്ടൻറ്റിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത മെത്തേഡാണ് പ്രസ് ദ കൺട്രോൾ കീ. അതിലുണ്ടായിരുന്ന 3 ഓപ്ഷൻസാണ് പ്രസ് ദ F2 കീ, ഡബിൾ ക്ലിക്ക് ദ സെൽ, ക്ലിക്ക് ദ ഫോർമുല ബാർ. അപ്പോൾ ഇതിൽ പ്രസ് ദ F2 കീ, ഡബിൾ ക്ലിക്ക് ദ സെല്ല്, ക്ലിക്ക് ദ ഫോർമുല ബാർ. ഇത് 3 നമ്മൾ ആ സെല്ലിലെ കണ്ടൻറ്റിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് വൈൽഡ് കാർഡ് characters are recognized by Excel. Which among the following wildcard characters are recognized by Excel? Star and question mark ആണ്. സ്റ്റാറിന് ഒരു ആസ്റ്ററിക് എന്നാണ് പറയുന്നത്. ആസ്റ്ററിക് എന്നാണ് ആ ഒരു സിമ്പലിൻ്റെ പേര്. ആസ്റ്ററിക്കും ക്വസ്റ്റ്യൻ മാർക്കും ആണ് എക്സൽ റെക്കഗ്നൈസ് ചെയ്യുന്ന വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കുലർ റെഫറൻസ് ഈസ്. ഒരു സർക്കുലർ റെഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, എ ഫോർമുല ദാറ്റ് എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ് സെൽഫ്. അതായത് ഒരു സർക്കുലർ റെഫറൻസ് എന്ന് പറയുന്നത് ഒരു ഫോർമുലയാണ്. അത് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്ട്ലി ആയിട്ടോ അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ് സർക്കുലർ റെഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഇൻസേർട്ട് എ ന്യൂ ഷീറ്റ് ഇൻ ദ കറൻറ്റ് വർക്ക് ബുക്ക് പ്രസ്. ടു ഇൻസേർട്ട് എ ന്യൂ ഷീറ്റ് ഇൻ ദ കറൻറ്റ് വർക്ക് ബുക്ക് പ്രസ്. അതായത് ഒരു ന്യൂ ഷീറ്റ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ബുക്കിലേക്ക് ഒരു പുതിയ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Shift+F11 ആണ്. Shift+F11. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു യൂസ് ഫോർമാറ്റ് പെയിൻറ്റർ ടൂൾ മോർ ദാൻ വൺസ്. ഹൗ ടു യൂസ് ഫോർമാറ്റ് പെയിൻറ്റർ ടൂൾ മോർ ദാൻ വൺസ്. ആൻസർ, ഡബിൾ ക്ലിക്ക് ഓൺ ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ. അതായത് നമുക്ക് ഫോർമാറ്റ് പെയിൻറ്റർ ടൂള് ഒന്നിലധികം തവണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോർമാറ്റ് പെയിൻറ്റർ ടൂള് ഒന്നിലധികം തവണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് ഓപ്ഷൻ വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ കറക്റ്റിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. എമംഗ് ദ ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ കറക്റ്റിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ആൻസർ, ഓട്ടോ കറക്റ്റ് ആണ്. അതായത് ഓട്ടോ കറക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഓട്ടോ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ മിസ്റ്റേക്കായിട്ട് അടിച്ചെങ്കിലും അത് നമ്മൾ സ്പേസ് ഇടുമ്പം ആ ഒരു മിസ്റ്റേക്ക് മാറിയിട്ട് കറക്റ്റായിട്ട് വരും. ഇതിനാണ് ഓട്ടോ കറക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS ഓഫീസ് മെയിൽ മെർജ് ഈസ് യൂസ് ടു. MS ഓഫീസിൽ മെയിൽ മെർജ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 4 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. അതിൽ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. മെയിലിംഗ്, ലേബൽസ്, പ്രിൻറ്റ് ലെറ്റേഴ്സ്, പ്രിൻറ്റ് എൻവലപ്സ്. അപ്പോൾ ഇതിൽ മെയിൽ മെർജ് ഉപയോഗിക്കുന്നത് മെയിലിംഗ്, ലേബൽസ്, പ്രിൻറ്റ് ലെറ്റേഴ്സ്, പ്രിൻറ്റ് എൻവലപ്സ് എന്നാണ് അതിൽ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, MS Word is a type of. MS Word is a type of ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് MS Word. അപ്പോൾ ഈ മെയിൽ മെർജിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മെയിൽ മെർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് മെയിൽ മെർജിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ ടു ദ കറൻറ്റ് പ്രസൻറ്റേഷൻ. അപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രസൻറ്റേഷനിൽ പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ, Ctrl+M ആണ്. Ctrl+M ആണ് പ്രസൻറ്റേഷനിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റേഷനിൽ
പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ ഏകദേശം ഒരു 18 ക്വസ്റ്റ്യൻസ് വരും. കഴിഞ്ഞ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.